This next one, it is worksheet 3, grade 6, chapter 2, lines and angle. This is the first worksheet from lines and angle. You have to watch 3 videos. Here I already uploaded 2 more videos. First one, it is lines and angles. First question, a part of a line that has one end point. ഒരേ ഒരു end point ഉള്ളതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, it is called line segment. ഒരേ ഒരു end point ഉള്ളതിനെ നമ്മൾ വിളിക്കുന്നതാണ് line segment. The angle between an hour, the minute hand at 12 o'clock. 12 o'clockലെ hour hand minute hand തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. കാരണം അവ തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. The spokes of a Ashoka Chakra are symmetrically placed. Angle between two adjacent spokes, 24 spokes, is total. അപ്പം നമുക്കറിയാം അശോക ചക്രയിലെ ആ ഓരോ വരകൾ തമ്മിൽ സ്പോക്സ് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് 15 ഡിഗ്രിയാണ് വേണ്ടത്. സ്പോക്സ് ഓഫ് അശോക ചക്ര സിമെട്രിക്കലി പ്ലേസ്ഡ്, ആംഗിൾ ബിറ്റ്വീൻ എനി ടു അഡ്ജസൻറ്റ് സ്പോക്ക്, ടോട്ടൽ 24 സ്പോക്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തെ ആംഗിൾ എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ് വേണ്ടത്. 15 കിട്ടാൻ ഒരു പോയിന്റിന് അറൗണ്ട് എ പോയിന്റ് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സോ 360 ഡിവൈഡഡ് ബൈ 24 യു വിൽ ഗെറ്റ് 15 ഡിഗ്രി. The angle that is less than 90 degree, angle that is less than 90 degree, that is called acute angle. Angle which is less than 90 degree, its name is acute angle. If an angle measures more than 90 degree but less than 180 degree, that is called obtuse angle. Obtuse angle is always greater than 90 degree but it is less than 180 degree. The angle formed by the straight line form ചെയ്യുന്ന angle എപ്പോഴും 180 degree ആണ്. Part of a line with 2 end points. 2 end points ഉള്ളതിനെ നമ്മൾ വിളിക്കുന്നത് ലൈൻ സെഗ്മെന്റ് എന്നാണ്. ഒരു end point ഉള്ളതിനെ നമ്മൾ വിളിക്കുന്നത് റേ എന്നാണ്. സോറി, ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഒരു എൻഡ് പോയിന്റ് ഉള്ളതിനെ നമ്മൾ വിളിക്കുന്നത് റേ എന്നാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ല. 2 എൻഡ് പോയിന്റ് ഉള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ്. ഇനി എ ലൈൻ ഹാസ്, ഒരു ലൈന് എത്ര എൻഡ് പോയിന്റ്സ് ഉണ്ട്? ലൈന് ഒറ്റ എൻഡ് പോയിന്റ്സും ഇല്ല. എ ലൈൻ ഹാസ് നോ എൻഡ് പോയിന്റ്സ്. ഓപ്ഷൻ ഇറ്റ് ഈസ് 8, ഇറ്റ് ഈസ് ഓപ്ഷൻ സി. ദെൻ 9th one, which of these instrument is used to measure angle? Angle measure ചെയ്യാൻ നമ്മൾ എപ്പോഴും ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? പ്രൊട്രാക്ടർ ആയിരിക്കും. Angle between two adjacent spokes in a 36 spoke cycle. ഇപ്പോൾ 36 spoke cycle ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ അറൗണ്ട് എ പോയിന്റ് 360 ഡിഗ്രി ആണ്. ഇഫ് യു ഡിവൈഡ് ഇറ്റ് ബൈ 36 യു വിൽ ഗെറ്റ് 10 ഡിഗ്രി. അപ്പം ഓരോ സ്പോക്കുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 10 ഡിഗ്രി ഗ്യാപ്പിലായിരിക്കും വരുന്നത്. Define an acute angle and give one example from your daily life. Acute angle എന്ന് പറയുന്നത് ആംഗിൾ whose measure which is less than 90 degree. എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി, ഏതെങ്കിലും മെഷർമെന്റ് എടുക്കണതിൻ്റെ പറഞ്ഞു വെച്ചാൽ മതി. ഹൗ മെനി ഡിഗ്രീസ് ആർ ദർ ഇൻ ഫുൾ റെവല്യൂഷൻ? ഒരു ഫുൾ റെവല്യൂഷനിൽ എത്ര ആംഗിൾ ഉണ്ട്, ഡിഗ്രി ഉണ്ട്? ദാറ്റ് ഈസ് 360 ഡിഗ്രിയാണ് വരുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ആംഗിൾ ഇറ്റ് ഈസ്? 360 ഡിഗ്രീനെ നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ആംഗിൾ എന്നാണ്. ഇനി ഇവിടെ ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഈ ഇമേജ് ഇതായിട്ട് വന്നേക്കുന്നത് 2 ആരോ മാർക്ക് വീതം വെച്ച് കാണിച്ചിരിക്കുന്നത് ലൈൻ സെഗ്മെന്റ് ആണ്. 2 ഡോട്ട് വന്നുകൊണ്ട് ഇതിൻ്റെ പേര് ഇറ്റ് ഈസ് ലൈൻ സെഗ്മെന്റ്. ദെൻ 1 സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് 1 സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡിങ് പോയിന്റ് വരുന്നത് ദാറ്റ് ഈസ് റേ. Identify the next. Draw an angle with the following degree measures. അപ്പം ഈ ഡിഗ്രി മെഷർ വെച്ച് ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡിഗ്രി മെഷറിൻ്റെ നിങ്ങളത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find angle between two adjacent spokes of a 12 spoke cycle wheel. 12 spoke cycle wheelന്റെ adjacent ആംഗിളിൻ്റെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കണത്. 12 സ്പീക്കർ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ 360 ഡിവൈഡഡ് ബൈ
12 ചെയ്ത് വെച്ചാൽ മതി. 360 degree divided by 12. So answer will be 30 degree. Then next question, draw and label the following. ഒരു ലൈൻ സെഗ്മെന്റ് ആൻഡ് എറേ ഇത്രയും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ലേബൽ ചെയ്യാണ്. ഈ സെയിം മെത്തേഡ് തന്നെ. ലൈൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, 2 ആരോമാർക്ക് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ് പോയിന്റിലും ഉണ്ടായിരിക്കും. ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഡിനോട്ട് ചെയ്യുമ്പോൾ 2 പോയിന്റ് ആയിരിക്കും വരുന്നത്. പിന്നെ എറേ എന്ന് പറയുന്നതിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, പക്ഷെ എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ല. Then next question, minute hand of a clock moves 12 to 5. Find the angle it covers. അപ്പോൾ 12 to 5 എന്ന് പറയുമ്പോൾ മിനിറ്റ് ഹാൻഡ് 12 മുതൽ 5 വരെ ഇവിടെ ആയിരിക്കും 5 ഇരിക്കുന്നത്. നേരെ താഴോട്ടേക്ക് വരുമ്പോൾ 6 അല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കവർ ചെയ്തിരിക്കുന്ന ആംഗിൾ. അപ്പം 12 to 5 എന്ന് പറയുമ്പോൾ 25 മിനിറ്റ്സ് ആണുള്ളത്. ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രയാണ് വന്നത്? 25 മിനിറ്റ് ആംഗിൾ മെയ്ഡ് ബൈ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 5 into 30 degree നോക്കി വെച്ചാൽ മതി. 5 into 30 150 degree. അപ്പം ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി 6 മിനിറ്റ് അല്ലേ ഉള്ളത്. അപ്പം ആംഗിൾ കവർ ചെയ്തത് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ചെയ്തേച്ചാൽ മതി. If angle between two adjacent spokes of a wheel is 20 degree, how many spokes are there in the wheel? അപ്പോൾ എന്ത് ചെയ്യുക? 360 divided by 20 ചെയ്യുക. 360 divided by 20 എന്ന് പറയുമ്പോൾ 18 ആയിരിക്കും വന്നത്. Draw an angle of 75 degree. Draw an another angle of 120 degree. Label both and classify them. അത് ചെയ്യാവുന്നേ ഉള്ളൂ. Protract വെച്ച് ചെയ്യാം. Calculate the reflex angle made by an hour hand of a clock in moving 4 hours and explain the step. 1 hourൽ ആംഗിൾ മെയ്ഡ് ബൈ ദ അവർ ഹാൻഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. 4 hours 4 into 30 ആയിരിക്കും തന്നെ. 4 into 30 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി. റിഫ്ലക്സ് ആംഗിൾ മെയ്ഡ് ബൈ ആൻ അവർ ഹാൻഡ് ഇൻ 4 hours എന്ന് പറയുമ്പോൾ റിഫ്ലക്സ് ആംഗിൾ 360 ഡിഗ്രിയാണ്. സോ 360 minus 120 degree. The answer will be 240 degree. ഇനി next it is a case study question. While staring at the old grandfather's clock, grandma's study, Leo waited for her to finish a phone call. The steady ticking was the only sound in the room. Leo noticed the time was exactly 2 o'clock and the hands formed a sharp, acute angle. It was a perfect moment to sneak out and grab a cookie. Find the measure of this angle. You have to find out the measure of this angle. ഈ ആംഗിളിൻ്റെ മെഷർ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ 5 10 ടോട്ടൽ 10 ആണ് വരുന്നത്. 10 into 6. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആംഗിൾ 60 ഡിഗ്രി ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ടൈപ്പ് ഓഫ് ആംഗിൾ ഈസ് ഇറ്റ്? ഇത് ഓൾറെഡി പറഞ്ഞു. ഇത് ഏത് ആംഗിളാണ്? അക്യൂട്ട് ആംഗിൾ. Then how will the angle change if the time is 2:30? 2:30 ആകുമ്പോൾ ആംഗിളിലെ ചേഞ്ച് എത്രയായിരിക്കും? It will changes to 105 degree. 5, 10, 15, 20. ടോട്ടൽ 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ അത് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ്, why do clock hands form different types of angles during the day? During the day ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ബിക്കോസ് കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഓഫ് ദ ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. ക്ലോക്ക് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ആംഗിൾ വരുന്നത്. Then next is cycle wheel. A cycle wheel has 24 spokes arranged symmetrically. What is the angle between the two adjacent spokes? Two adjacent spokes തമ്മിലുള്ള ആംഗിൾ. അപ്പം ഇതിൽ 24 ആയതുകൊണ്ട് 360 divided by 24 ചെയ്യുമ്പോൾ 15 കിട്ടും. What is the angle between every sixth spoke? Sixth spoke എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6 ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും വന്നത്. ദാറ്റ് ഈസ് 90 ഡിഗ്രി. Is angle between every sister spoke a right angle? Yes. കാരണം അത് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് 60 കിട്ടും. How many right angles can be formed in the wheel? അങ്ങനെയാണെങ്കിൽ എത്ര റൈറ്റ് ആംഗിൾസ് ആയിരിക്കും നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്? 1, 2. അത് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. ആൻസർ വിൽ ബി 90. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് മിസ്റ്റേക്കൊക്കെ കാണാൻ ഞാൻ പെട്ടെന്ന് കണ്ടു ചെയ്തതാണ്. ഓക്കെ, അപ്പം അടുത്തത് ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.